ചെയ്തത് തെറ്റായിപ്പോയോ? വിരൽ ഞെട്ടൊടിച്ച് മുറിയിൽ നടപ്പാണ് മീര. എന്താ അവൻ്റെ ഒപ്പം നിൽക്കുമ്പോൾ മാത്രം താനിങ്ങനെ? എപ്പോഴും അവനിൽ അണയാനുള്ള ത്വര. മുന്നിൽ തങ്ങൾ ഞെരിഞ്ഞമർന്ന ബെഡ് കൂടി കണ്ടതും അവളാകെ തളരാൻ തുടങ്ങിയിരുന്നു. പ്ലീസ് മാ, ഇവിടെ വെച്ച് വേണ്ട. ഊർമിളെ വേണ്ടാന്ന്. പുറത്താരോ വന്ന ഒച്ച. കയ്യിൽ കിട്ടിയ സാരി ചുറ്റി മീര വാതിൽ വലിച്ചു തുറന്നു. ഇങ്ങനെയാണോടാ നിന്നെ ഞാൻ വളർത്തിയേ? സോഫയിലിരുന്ന നന്ദന്റെ കോളറിൽ പിടിച്ച് നിൽക്കുകയാണ് ആൻറ്റി. തടയാൻ നോക്കിയ അങ്കിളും. പറയടാ, ഇങ്ങനാണോ ഞാൻ നിന്നെ വളർത്തിയേ? ആൻറ്റി പ്ലീസ്. പെട്ടെന്ന് ഓടി വന്നവൾ ഊർമിളയെ പിടിച്ച് മാറ്റാൻ ധൈര്യമില്ലാതെ നന്ദന്റെ ഓരം ചേർന്നു. പ്ലീസ് ആൻറ്റി, അച്ഛനൊക്കെ ഇപ്പോൾ വരും. അതിനു മുന്നേ വേണേൽ 2 അവൾക്കും കൊടുത്തോ? രേവതി പറഞ്ഞു കേട്ട് നന്ദൻ അവളെ പിന്നിലേക്ക് വലിച്ചു. തല്ലുവാണേൽ തന്നെ തല്ലിക്കോ എന്ന ഭാവം. എന്നാൽ രോഷത്തോടെ അവനെ നോക്കിയ കണ്ണുകൾ അവളിലേക്ക് നീങ്ങുമ്പോൾ ദുർബലപ്പെട്ടിരുന്നു. തൻ്റെ വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി താൻ മറ്റൊരാളെ സ്വീകരിച്ചപ്പോൾ ഇവിടുത്തെ തൻ്റെ മകന് വേണ്ടി തൻ്റെ മുന്നിൽ നിൽക്കുന്നു. നന്ദൻ്റെ കോളറിലെ കൈവിട്ടവർ അവളുടെ നേരെ കൈനീട്ടി. ഇങ്ങ് വാ മാ, ഒന്ന് അടങ്ങ് നന്ദ, ഞാനിവളെ തിന്നാനൊന്നും പോണില്ല. മീര അവൻ്റെ പിന്നിന്ന് മാറി അടുത്ത് നടന്നെത്തിയതും ഊർമിള അവളെ വാത്സല്യത്തോടെ ചേർത്തു. അവൾ വിറയ്ക്കുന്നുണ്ട്. ഇന്നല്ലേ നിങ്ങളുടെ ക്യാമ്പ്? മീര തല കുലുക്കി. പോണില്ലേ? പോണം. അവളുടെ തോളിൽ തട്ടിയാണ് അവർ രേവതിയുടെ നേർക്ക് തിരിഞ്ഞത്. ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വരാനിരുന്നതാ, ഇവളെ ഞങ്ങളുടെ നന്ദന് തരുമെന്ന് ചോദിക്കാൻ. വിടർന്ന കണ്ണുകളോടെ നോക്കി നിന്നിരുന്നു മീര. രേവതിയുടെ മുഖവും പ്രസന്നമായി. അവൻ പൊന്നുപോലെ നോക്കുമെടി നിന്നെ, ജീവനാ നീയെന്ന് വെച്ച. എനിക്കറിയാം ആൻറ്റി. കണ്ണ് തുളുമ്പി മീര അവരെ കെട്ടിപ്പിടിച്ചിരുന്നു. നോക്കുമ്പോൾ നന്ദനും കണ്ണ് നിറഞ്ഞു നിൽക്കുന്നു. അയ്യേ, നീ ഇത്രയുള്ളോടാ നന്ദ. മത്തായിയുടെ കളിയാകലിൽ നന്ദൻ ചിരിക്കാൻ ശ്രമിച്ചു നോക്കുന്നുണ്ടായിരുന്നു മീരയെ. അവളും നോക്കുന്നു. രാത്രിയുടെ ഓർമ്മകൾ ഒരു കുളിരായി മൂടാൻ വേറെന്ത് വേണം? മേലാകെ പുല്ലരിച്ച് മീര കൺവെട്ടിച്ചു. നിങ്ങൾ ഇരിക്കാൻ്റെ അമ്മ കുടിക്കാൻ. ഏയ് അതൊന്നും വേണ്ട. സാരല്ല ആൻറ്റി. മീര അമ്മയുടെ പിറകെ വിട്ടു. അവിടെ നിൽക്കാൻ കഴിയണ്ടേ? കുറഞ്ഞിട്ട് തലയ്ക്കുള്ളിൽ ആരോ നന്ദൻ നന്ദൻ ഉരുവിടുന്നുമുണ്ട്. അത് പറയുമ്പോഴാണ് ഇന്നലെ തങ്ങൾ. ആകെ ശ്വാസം മുട്ടിയാണ് അവൾ അമ്മയുടെ ഒപ്പം ജ്യൂസിൻ്റെ ട്രേയും കൊണ്ട് നടന്നത്. അങ്കിളിനും ആൻറ്റിക്കും ജ്യൂസ് കൊടുത്ത് നന്ദൻ്റെ മുന്നിൽ നിൽക്കുമ്പോൾ, അതും തങ്ങൾക്കിടുന്ന സോഫയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ഉൾമനം കിടുങ്ങി. തനിക്ക് നേരെ നീണ്ട ഗ്ലാസ് എടുത്ത് നന്ദൻ അവളെ കയ്യിൽ പിടിച്ചു നിർത്തി. രാത്രി പിടിച്ച അതേ പിടുത്തം. വിട്ടു നന്ദ, എല്ലാവരും നോക്കുന്നു. താനും ഇരിക്ക് എന്നുള്ള പറച്ചിലിൽ ഇരിക്കണമെന്ന് സംശയിച്ച് നിൽക്കുമ്പോഴാണ് ഡാ അളിയ എന്നുള്ള നീട്ടിവിളി വാതിൽക്കൽ. നന്ദൻ കൈവിട്ടു. മീര തെറിച്ചോടി. ഓടല്ലേടി. തോളെ പിടിച്ച് നിർത്തിയ ആൻഡ്രോ. തേപ്പത്തി, ഒരു വാക്ക് നമ്മളോട് പറഞ്ഞില്ല. അടുത്ത വീട്ടിലെ പയ്യനാ രേവതി പരിചയപ്പെടുത്തി. ആൻറ്റി ഇത് ആർക്കാ പരിചയപ്പെടുത്തണേ? ഞാൻ ഫുൾ ടൈം നന്ദൻ്റെ വീട്ടിലല്ലേ. എന്നാലും നിന്നെ ഞാൻ കാണുന്നുണ്ടടാ ദ്രോഹി. ഒന്നും പറയാൻ പറ്റിയ സാഹചര്യമായിരുന്നില്ലെന്ന് അവനറിയില്ലല്ലോ. ഊർമിളയും മാത്യുവും രേവതിയുടെ വിശേഷങ്ങൾ പങ്കിട്ടു. പണ്ട് മീരയെ പരിചയപ്പെട്ട കഥ ഊർമിളയും നന്ദൻ തൻ്റെ മകനെ പോലെ ഓരോന്ന് ചെയ്തതിനെപ്പറ്റി രേവതിയും വാ തോരാതെ സംസാരിച്ചു. അത് കേൾക്കുമ്പോഴും മീരയുടെ ശ്രദ്ധ തന്നെ കണ്ണു നട്ടിരിക്കുന്നവനിലായിരുന്നു. ചെറുക്കൻ കുറച്ച് റെസ്റ്റ് കൊടുക്കടി, അവളെ കളിയാക്കി ആൻഡോയും. സന്തോഷങ്ങളെ കീറിമുറിച്ചാണ് ഗേറ്റിനുള്ളിലേക്ക് കാറുകൾ കടന്നത്. ആദ്യം നവീൻ, പിന്നെ രാജീവൻ, ഒടുവിൽ ശേഖരൻ. ഒരേ ഭാവത്തിൽ അവർ വീട്ടിന് മുന്നിലെ പുതിയ കാർ നോക്കുമ്പോൾ മാത്യു സിറ്റൗട്ടിലേക്ക് വന്നിരുന്നു. നമസ്കാരമുണ്ട്. ശേഖരൻ കൈകൊടുത്ത് ചിരിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ലല്ലോ. ഞങ്ങൾ നന്ദൻ്റെ ഫാമിലിയാ, ഞാൻ അവൻ്റെ അങ്കിൾ. അവർ ഒന്നിച്ച് ഹാളിലേക്ക് കയറി. ഇത് ഊർമിള, നന്ദൻ്റെ അമ്മ. അതിനാരാ നന്ദൻ? നോക്കുമ്പോഴാണ് സോഫയിൽ ഇരിക്കുന്നു അവൻ. പഠിത്തം നിർത്തിയെന്ന് ഞാൻ അറിഞ്ഞ അങ്കിളെ, സത്യമായി ഞാൻ വീണ്ടും വരും. വന്നാൽ തിരിച്ചു പോകുന്ന ഒറ്റയ്ക്കാവില്ല എന്ന് ധാർഷ്ട്യത്തോടെ പറഞ്ഞവൻ. അതും ഈ വീട്ടിൽ കയറി അനാവശ്യം കാണിച്ചിട്ട്. നന്ദൻ ചിരിക്കാനൊരു ശ്രമം നടത്തി. അയാൾ ചിരിക്കില്ലെന്ന് മനസ്സിലായതും എഴുന്നേറ്റു. ഇരിക്കടാ ഇരിക്കടാ. നവീനാണ് അന്തരീക്ഷം സമാധാനമാക്കാൻ ശ്രമിച്ചവനെ നിർബന്ധിച്ചിരുത്തിയത്. എല്ലാവരും ഇരിക്കും. അവർ സോഫയിൽ ഇരിപ്പായി. ഡൈനിങ് ടേബിളിലെ കസേര വലിച്ചിട്ട് ശേഖരൻ എതിർമുഖവും തൊട്ടു പിന്നിൽ രാജീവനും. നവീൻ ഒരു വശത്ത് ഒതുങ്ങി നിന്ന മീരയുടെ ഇടതുപക്കം വന്ന് തോളിൽ കൈയൂന്നി. ലഹള നടക്കോടി. പിന്നെ നടക്കാതെ. വലതുവശമുണ്ട് ആൻഡോ. രണ്ടും കൂടി ഒന്ന് പേടിപ്പിക്കാതെ നിൽക്കോ? നഖം കടിച്ച് നിൽപ്പാണ് മീര. ആമുഖമൊന്നും വേണ്ടല്ലോ. മാത്യു തന്നെ തുടക്കമിട്ടു. ഞങ്ങളൊരു പ്രൊപ്പോസലുമായിട്ട് വന്നതാ, ഞങ്ങളുടെ നന്ദനും ഇവിടുത്തെ മോൾക്കും. പൊടുന്നന ശേഖരൻ്റെ ചിരിമാഞ്ഞു. അതിന് മീരുവിൻ്റെ കല്യാണം ഉറപ്പിച്ചതാണല്ലോ. എപ്പം? ആരുടെ?
ചോദ്യം ആൻറ്റോയുടെ തൊണ്ടയിൽ നിന്ന് തന്നെ പുറത്തു ചാടിയതും ശേഖരൻ ഇരിക്കാൻ പാകത്തിന് നോക്കി. നിന്നെ ആരാപ്പം ഇങ്ങോട്ട് വിളിച്ചേ? ഞാൻ പയ്യൻ്റെ സൈഡ് ആംഗിളെ, അവൻ ഇളിച്ചു. എന്നിട്ടാണ് അവളുടെ കഴുത്തിൽ വലിഞ്ഞു തൂങ്ങുന്നതെന്ന് മുറുമുറുത്ത് അയാൾ തിരിഞ്ഞിരുന്നു. എൻ്റെ ഫ്രണ്ടിൻ്റെ മകനുമായിട്ട് എൻ്റെ മകളുടെ വിവാഹം ഉറപ്പിച്ചതാ. അടുത്ത ആഴ്ച അവർ വന്ന് കാണും. ഞങ്ങൾ ഫൈനലൈസും ചെയ്യും. അതിന് ഞാൻ സമ്മതിക്കണ്ടേ? മീരയുടെ ചോദ്യമാണ്. താടിയിൽ മുറുക്കി ശേഖരൻ. രേവതി ഈ പെണ്ണിനെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ? അവളെ കല്യാണക്കാര്യമല്ലേ, അവളും കൂടി കേക്കട്ട്. വിളിച്ചോണ്ട് പോവാനാ പറഞ്ഞേ. ഞാനെങ്ങും പോണില്ല. എൻ്റെ സമ്മതം ഇല്ലാതെ എന്നെ കെട്ടിക്കാന്ന് ഇവിടെ ആരും വിചാരിക്കുകയും വേണ്ട. അങ്ങനെ പണഞ്ഞു കൊടുക്കണ്ട ചക്കരേ. ആൻറ്റി അവളുടെ കവളിൽ ആഞ്ഞങ്ങ് മുത്തി. നിന്നോടിറങ്ങി പോവാനല്ലേടാ പറഞ്ഞേ? എങ്ങോട്ട്? നമ്മളിപ്പോൾ പെണ്ണിൻ്റെ സൈഡാ അല്ലയോടി? അച്ഛൻ നിൽക്കുന്ന കൊണ്ട് മാത്രം മീര ചിരിച്ചില്ല. അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാനൊന്നിനും സമ്മതിക്കാൻ പോണില്ല. നിന്നെ സമ്മതിപ്പിക്കണത് കാണണോടി? അങ്കിൾ പ്ലീസ്. നന്ദന്റെ ശബ്ദമാണ് അയാളെ സ്തബ്ധമാക്കിയത്. നീട്ടി ശ്വാസമെടുത്തവൻ കുമിഞ്ഞുകൂടിയ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അങ്കിളുടെ പ്രശ്നം ഞാനാണോ? ഞാനെന്ന് പറഞ്ഞത് മനസ്സിൽ വെച്ചിട്ടാണെങ്കിൽ ഐ എം സോറി. ഞാൻ കാരണം ഇവളുടെ പഠിത്തം നിൽക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ഓരോന്ന് പറഞ്ഞതാന്ന്. അല്ലാണ്ട് പറയടാ. ഇവളെ കൊണ്ടുപോകാന്ന് വല്ല ദിവാസ്വപ്നവും നീ കാണുന്നുണ്ടേ? ഞാനായിട്ട് ഇവളെ നിങ്ങളുടെ അടുത്തുനിന്ന് പിരിക്കില്ല അങ്കിൾ. അതിനല്ല ഞങ്ങൾ ഇത്രയും നാൾ കാത്തിരുന്നേ. നമ്മളൊക്കെ ഇനിയും കാണേണ്ടതാ അങ്കിൾ. വെറുതെ എന്തിനാ ഒരു പ്രശ്നം? ആരാടാ പ്രശ്നം ഉണ്ടാക്കുന്നേ? ശേഖരൻ കസേരയിൽ നിന്ന് ചാടി എണീറ്റു. വീട്ടിൽ കയറി നീയൊക്കെ അല്ലേടാ പ്രശ്നം ഉണ്ടാക്കുന്നേ? അങ്കിൾ ഞാൻ നന്ദ. ഊർമിളയും ശേഖരനൊപ്പം എഴുന്നേറ്റു. പണ്ടൊരു സ്കൂൾ കോമ്പൗണ്ടിൽ വെച്ചാ ഞാൻ നിങ്ങളുടെ മകളെ ആദ്യമായി കാണുന്നേ. പിന്നെ ഞാൻ കാല് വയ്യാതെ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ. അങ്ങനെ എന്നൊക്കെ ഞാൻ നിങ്ങളുടെ മകളെ കണ്ടിട്ടുണ്ടോ അന്നൊക്കെ എനിക്ക് തോന്നാം എൻ്റെ മകനെ ഇഷ്ടമായി ഇവൾക്ക്. അവന് തിരിച്ചും. ഈ കുട്ടികൾ ഒരുമിച്ച് ജീവിക്കാൻ ഒരു തീരുമാനം എടുത്താൽ തടുക്കാനൊന്നും നിങ്ങൾക്കാവില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവർ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടൊക്കെ കാണിക്കുന്ന മര്യാദ ഒന്നുകൊണ്ട് മാത്രം. അത് കേൾക്കുമ്പോൾ മീരയുടെ കണ്ണ് നിറയാൻ തുടങ്ങിയിരുന്നു. ഇവളുടെ സ്ഥാനത്ത് നിന്നിട്ടുള്ളവളാ ഞാൻ. എനിക്ക് മനസ്സിലാകും. കുഴങ്ങിയ ഭാവത്തിലായിരുന്നു ശേഖരൻ. എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി സമ്മതിക്കേണ്ടി വരുമോ എന്ന മനക്കുഴപ്പം. ഇവർ ആലോചിക്കട്ടെ നന്ദ, നമുക്ക് പിന്നൊരിക്കൽ വരാം. അവൻ സമ്മതം മൂളി. എല്ലാവർക്കും ഓരോ പുഞ്ചിരി തൂകി ഊർമിളയും മാത്യുവും മുന്നേ ഇറങ്ങിയതും കാർ ഗേറ്റ് കടന്നു. നിന്നെ തള്ളി ഇറക്കണോടാ? പോകാതെ മടിച്ചു നിൽക്കുന്ന നന്ദനെ കണ്ട് ആൻറ്റോ മീരയെയും വലിച്ച് വാതിൽക്കൽ വന്നു. ഒപ്പം രേവതിയും നവീനും. എന്നാൽ ഞാൻ പോയിട്ട് വരാം. നീ വരണ്ട. രേവതി പറഞ്ഞു കേട്ടവൻ ചുണ്ട് കടിച്ചു. കാര്യം പിടികിട്ടാതെ എന്താടിന്ന് നവീൻ മീരയെ നോക്കുമ്പോഴാണ് കഴുത്ത് കാണുന്നേ. എടി. ഉടനെ നന്ദനും കോളർ ഉയർത്തി. മീര നവീൻ്റെ വായയും പൊത്തി. സ്കൂളിലേക്ക് വാ. കണ്ണുകൊണ്ട് പറഞ്ഞ് നന്ദൻ മീരയുടെ കവിളിൽ തട്ടാൻ കൈ ഉയർത്തിയതും ഡാ അടി വാങ്ങിക്കൂട്ടാതെ വീട്ടിൽ കയറാൻ നോക്കടാ. നവീൻ പറഞ്ഞു കേട്ട് നന്ദൻ കൈ താഴ്ത്തി. അവളെ നോക്കി ചിരിച്ച് ബൈക്ക് സ്റ്റാർട്ടാക്കി. ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ കണക്കുകൂട്ടൽ പിഴച്ച ദേഷ്യത്തിൽ ഹാളിൽ നടക്കുന്നുണ്ടായിരുന്നു ശേഖരൻ. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്യാൻ കണക്കാക്കി സോഫയിൽ രാജീവാ, ഋഷിയുടെ വീട്ടിൽ വിളിച്ചിട്ട് നാളെ തന്നെ വരാൻ പറ. ഇതിനി വെച്ച് താമസിപ്പിക്കണ്ട. നിങ്ങൾക്ക് വട്ടായോ മനുഷ്യ? രേവതി കേട്ടതൊന്നും വിശ്വസിക്കാനാകാതെ പൊട്ടിത്തെറിച്ചു. മീരയ്ക്ക് എപ്പോഴും ഞെട്ടൽ മാറിയിരുന്നില്ല. കയറി പൊക്കോണാകത്ത്. നീയാ ഇവൾക്ക് വളം വയ്ക്കുന്നേ. അങ്കിളിന് നല്ല ഇളകിയിട്ടുണ്ടല്ലേ. വായിൽ വന്ന് തെറിയൊന്നും വിളിക്കാൻ കഴിയാതെ ആൻറ്റോയും പല്ല് ഞെരിച്ചു. പൊടുന്നനെ അവനെ പിടിച്ച് പുറത്തു തള്ളിയിരുന്നു ശേഖരൻ. ഇറങ്ങിക്കോണം. ഇനി ഇവിടെ നീ കാല് കുത്തുന്ന കണ്ടാൽ. അച്ഛൻ എന്താ? പറഞ്ഞ മീരയെ അയാൾ അകത്തേക്കും തള്ളി. നിന്നോടും കൂടിയാ. എങ്ങാനും പുറത്ത് കാല് കുത്തിയാൽ അറിയാലോ എന്നെ. നിങ്ങൾക്കൊക്കെ ഭ്രാന്ത് പിടിച്ചോ? കണ്ണു നിറഞ്ഞ് കവിഞ്ഞിരുന്നു. ഒന്നും കാണാൻ കഴിയാതെ പെട്ടെന്ന് അവൾ റൂമിൽ കയറി. കെട്ടിയതൊക്കെ തൻ്റെ ബാഗിൽ കുത്തിക്കയറ്റി. അതേ വേഗത്തിൽ പുറത്തിറങ്ങി. അസത്തെ, എങ്ങോട്ടെഴുന്നള്ളാടി? ബാഗ് അയാൾ പെട്ടെന്നാണ് വലിച്ചെറിഞ്ഞത്. വന്നു വീണത് ആൻറ്റോയുടെ കാൽക്കലും. അച്ഛാ! ബാഗ് എടുക്കാൻ തുനിഞ്ഞവളെ വീണ്ടും അയാൾ പിടിക്കാൻ കയ്യോങ്ങിയതും തൊട്ടു പോകരുതെന്നെ. ഞാൻ സ്കൂളിലേക്കാ പോകുന്നേ. പക്ഷെ ദേഹത്ത് കൈവച്ചാ ഞാൻ പോകുന്ന നന്ദന്റെ വീട്ടിലായിരിക്കും. ചലനം മറ്റു നിന്നിരുന്നു അയാളുടെ കൈ. എന്തുവാടാ പറയണേ? കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിയാതെ മാവിൻ ചുവട്ടിൽ ഭ്രാന്ത് പിടിച്ച് നിൽപ്പാണ് നന്ദൻ. എന്നെ ഒന്ന് വിളിച്ചൂടായിരുന്നോടാ? എന്നിട്ട് പിന്നെയും പ്രശ്നമാക്കാനാ? ആൻറ്റോ, കുഴപ്പമൊന്നും ഇല്ലടാ. അവള് സ്കൂളിലോട്ട് വരണുണ്ട്. നീ വിളിക്കാനൊന്നും പോണ്ട. രാജീവേട്ടനാ കൊണ്ടുവരുന്നേ. സാധാരണ കൊണ്ടാക്കുന്ന ആൻറ്റോയുടെയോ നവീൻ ചേട്ടൻ്റെയോ കൂടെ വിടാതിരിക്കുമ്പോൾ തന്നെ ഊഹിച്ചൂടെ പ്രശ്നത്തിൻ്റെ ആഴം? ഇനി തന്നെ കൂടി കണ്ട് പ്രശ്നമാകണ്ടെന്ന് കരുതിയാണ് നന്ദൻ ഫോൺ കട്ടാക്കി സ്റ്റാഫ് റൂമിലേക്ക് ചെന്നത്. നന്ദൻ വന്നു. നന്നായി.
ദീപ ടീച്ചർ സ്റ്റെഫി മിസ്സിന്റെ കൂടെ സ്റ്റേഷനറീസ് ശേഖരിക്കുവാണ്. താൻ വന്നത് ക്യാമ്പിന് നിൽക്കാനല്ല, മറ്റൊരാളെ കാണാനാണെന്ന് തനിക്കല്ലേ അറിയൂ. അത് മനസ്സിലാക്കിയ പോലെ ദേഷ്യം ചീറ്റുന്നുണ്ട് ജൂലി മിസ്. സൈക്കോളജിസ്റ്റിന്റെ കാര്യം എന്തായി നന്ദൻ? ഞാനൊന്ന് വിളിച്ച് അന്വേഷിക്കാം മാം. ഇന്നലെ കുറച്ച് തിരക്കായിപ്പോയി. സാരമില്ല, അറേഞ്ച് ചെയ്തിട്ട് പറഞ്ഞാൽ മതി. നന്ദന് നേരെ മന്ദഹസിച്ച് ദീപ സ്റ്റെഫി മിസ്സിനെയും കൂട്ടി ക്യാമ്പ് നടക്കുന്ന ഹാളിലേക്ക് പോയിരുന്നു. ജൂലി മിസ് മാത്രം നിന്ന് വൈരാഗ്യ കണ്ണുകളോടെ നോക്കുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് പോകുമ്പോൾ തിരക്കിട്ട് മീരയുടെ സ്റ്റുഡൻറ് റെക്കോർഡ് തപ്പുന്നുണ്ടായിരുന്നു മിസ്. അപ്പോൾ അവരിൽ അല്പം സഹാനുഭൂതി കൂടി ഉണ്ടായിരുന്നു. അതൊന്നുമില്ലാതെ ഇപ്പോഴും ആ റെക്കോർഡും വെച്ചവർ ഇരിക്കുന്നുണ്ടെങ്കിൽ മിസ്സാണല്ലേ അവളുടെ അമ്മയോട് പറഞ്ഞത്? അത് നിനക്ക് ഇപ്പോഴാ മനസ്സിലായേ? മിസ്സിന്റെ പ്രശ്നം ഞാനല്ലേ, നിങ്ങൾക്കത് എന്നോട് കാട്ടിയാ പോരെ മിസ്സേ? മറുപടിയില്ല. മേശപ്പുറത്തെ റെക്കോർഡിലാണ് കണ്ണ്. ഇനി അത് മീരയുടെ അല്ലേ എന്നറിയാനാണ് അവൻ എത്തി നോക്കിയത്. മീരയുടെ അല്ല, പകരം മീനാക്ഷിയുടേത്. ചെയ്തതൊന്നും പോരെ മിസ്സേ നിങ്ങൾക്ക്? ഇനി ഈ കൊച്ചിന്റെ പഠിത്തം കൂടി നിർത്തണോ? അതിനാദ്യം നീയൊക്കെ പെൺപിള്ളേരെ വഴി നടക്കാൻ. പിന്നെയാണ് അവൻ പറഞ്ഞത് ഗവനിച്ചത്. ആരുടെ പഠിത്തം നിർത്തി? ദേ ചെറുക്ക, കള്ളത്തനം പറയാൻ നോക്കിയാലുണ്ടല്ലോ. നിങ്ങൾ അവളുടെ റെക്കോർഡ് തുറന്നു നോക്കിയില്ല അല്ലേ? നന്ദന്റെ ചുണ്ടിലെ പുച്ഛഭാവം മതിയായിരുന്നു അവരെ വീണ്ടും ചിന്തിപ്പിക്കാൻ. വിരലിൽ തുപ്പൽ തൊട്ട് പേപ്പറുകൾ പറപറ മറിഞ്ഞു. 2 വർഷത്തെ ആൻസർ ഷീറ്റുകളുടെ കൂമ്പാരം, അതിനൊടുവിൽ TC വാങ്ങിയ മീരയുടെ ഒപ്പ്, അത് കൈപ്പറ്റിയ ഡേറ്റ് 3 വർഷം. 3 വർഷം അവൾ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റുഡൻറ്റിനെ എന്നെ സ്നേഹിച്ചതിന് കിട്ടിയ ശിക്ഷയാ. എടാ ഞാൻ ജോലി തൊണ്ടയിടറി പകച്ചു നോക്കി. എടാ സത്യമായി ഞാൻ മിസ്സാരോടും പറഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം. ഞാൻ കേട്ടതാ. പക്ഷെ അവളുടെ വീട്ടിലെല്ലാം അറിഞ്ഞിരുന്നു. അതിനാ അവരുടെ കൈവിരൽ അറച്ചു നിൽക്കുന്ന കണ്ട് നന്ദൻ മേശയ്ക്ക് മുന്നിലെ കസേര വലിച്ചിട്ടിരുന്നു. എൻ്റെ തെറ്റായെല്ലാം. ഞാനാ അവളെ 4th ഫ്ലോറിൽ കൊണ്ടുപോയേ. പ്രശ്നമാകുമെന്ന് മനസ്സാ കരുതിയതല്ല ഞാൻ. എന്നാൽ എന്ത് പ്രശ്നം വന്നാലും അതിൻ്റെയൊക്കെ റെസ്പോൺസിബിലിറ്റി എടുക്കാമെന്നൊരു അഹങ്കാരം എനിക്കുണ്ടായിരുന്നു. അതെൻ്റെ പ്രിവിലേജ് ആണെന്ന് മാത്രം ഞാനൊന്ന് തിരിച്ചറിഞ്ഞില്ല. എന്നെ വിശ്വസിച്ച് കൂടെ വന്നവൾക്ക് ആ പ്രിവിലേജ് ഇല്ലെന്ന്. മിസ്സ് കാണിച്ചതും തെറ്റാ മിസ്സേ. ഒരു പവർ പൊസിഷനിലിരുന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് പോലും മിസ് അന്വേഷിച്ചില്ലല്ലോ. ഒന്നും കേൾക്കാനുള്ള ശക്തിയില്ലാതെ തകർന്നിരിപ്പാണ് ജൂലി. ആരുടെയൊക്കെയോ നല്ലതിനെന്ന് കരുതി കാട്ടിക്കൂട്ടിയതൊക്കെ വാസ്തവത്തിൽ ആരുടെ നല്ലതിനായിരുന്നു? മേശപ്പുറത്തെ പേപ്പർ കെട്ടുകൾ നിലത്ത് വീണു. അതെടുക്കാൻ പോലും ശ്രമിക്കാതെയുള്ള അവരുടെ ഇരിപ്പ് കണ്ടപ്പോൾ നന്ദൻ തന്നെ അത് ഓരോന്നായി എടുത്ത് ടേബിളിൽ വെച്ചു കൊടുത്തു. ഒപ്പം മറ്റൊരു കൈയും നീണ്ട് തറയിൽ നിന്ന് പേപ്പർ പെറുക്കുന്ന കണ്ടാണ് അവൻ നിവരുന്നത്. ആൻറ്റോ, അവൾ എത്തിയോ? ഹോ, ആക്രാന്തം! ഇടിക്കാൻ കൈ ചുരുട്ടി ആൻറ്റോ മിസ്സിനെ കണ്ട് കൈമടക്കി വിളിച്ചു. മിസ്സേ, ഞങ്ങളുടെ റീയൂണിയനാ. ഒരു റീയൂണിയൻ? നന്ദൻ താല്പര്യമില്ലാതെ എഴുന്നേറ്റ് സ്റ്റാഫ് റൂമിന് പുറത്ത് തൂണിൽ ചാരി. കാറൊന്നും കാണുന്നില്ല. നമ്മളെല്ലാ സാറന്മാരെയും വിളിക്കണുണ്ട് മിസ്സേ. മിസ്സും വരണം, എങ്കിലേ ഒരു ഗുമ്മുള്ളൂ. പേപ്പറുകൾ വീണ്ടും പറക്കാതിരിക്കാൻ വെയിറ്റ് വയ്ക്കുമ്പോഴാണ് അതിലെ പേരവൻ്റെ കണ്ണിലുടക്കുന്നത്. അളിയാ, നിന്റെ പൊട്ടിയ പേപ്പർ അളിയാ. നന്ദൻ തിരികെ വന്ന് നോക്കുമ്പോൾ തൻ്റെ പഴയ സെമസ്റ്റർ സർട്ടിഫിക്കറ്റ്സിൻ്റെ കോപ്പി. സപ്ലിയുടെ എണ്ണം എടുക്കാനാണെങ്കിൽ ബുദ്ധിമുട്ടണ്ട മിസ്സേ. ഫസ്റ്റ് 2 വർഷം വാഷ് ഔട്ടാ. കണ്ണ് വയ്ക്കല്ലേ മിസ്സേ, ആൻറ്റോ കളിയാക്കി. എന്നാൽ നന്ദൻ്റെ ഭാവം മാറിയിരുന്നു. ഞാനിവിടെ വർക്ക് ചെയ്യുന്നതാണോ മിസ്സിൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം? ആണെങ്കിലൊന്ന് പറയും മിസ്സേ, ഞാൻ പൊയ്ക്കോളാം. എന്നതാടാ നീ വർക്ക് ചെയ്ത മിസ്സിനെന്നാ? ആൻറ്റോ ഒന്നും മനസ്സിലാകാതെ നോക്കി. അളിയാ. നന്ദൻ വീണ്ടും തൂണിൽ പോയി ചാരി നിൽപ്പാണ്. ജൂലി തലയിൽ കൈകൊടുത്ത അതേ ഇരിപ്പും. മിസ്സിന് ചെയ്തതൊന്നും പോരെ? ഇവനെ പണ്ടോ നിങ്ങൾ ജീവിക്കാൻ സമ്മതിച്ചിട്ടില്ല. നന്ദൻ പെട്ടെന്ന് ഓടി വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ചിരുന്നു. നീ പോയി ബാക്കി ടീച്ചേഴ്സിനെ വിളിച്ചേ. വിഡ്രാ! പിടിവലിയാകുമ്പോഴും ജൂലി നിശ്ചലയായിരുന്നു. വിഡ്രാ, ഇവരറിയട്ടെ. അന്നെന്ത് തള്ളായിരുന്നു ഫംഗ്ഷന്. നമ്മളെയൊക്കെ നല്ല നിലയിൽ കാണണം എന്ന് പറഞ്ഞിട്ട് അവളുടെ നിന്റെയും ജീവിതം തുറച്ചത് ഇവരല്ലേ. അവള് മോങ്ങും എന്ന് പറഞ്ഞ് അവളോട് പറയാനോ നീ സമ്മതിച്ചില്ല. ശരിക്കും ഈ ഇവര് കാരണമല്ലേ നീ 2 കൊല്ലം ക്ലിനിക്കൽ ഡിപ്രഷൻ തെറാപ്പി കോപ്പെന്നും പറഞ്ഞ് നടന്നത്? തറഞ്ഞു നിന്നിരുന്നു ജൂലി. ആൻറ്റോ വരാനാ പറഞ്ഞേ. വിഡ്രാ എന്നെ. നിന്നോടൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് എൻ്റെ കൈ അടിച്ചൊടിക്കാൻ അന്ന് നല്ല ഇതായിരുന്നല്ലോ. എങ്ങാനും പറഞ്ഞിരുന്നാൽ വരാൻ നിന്നെ കൊണ്ട് പറ്റുമായിരുന്നോടാ? അതൊക്കെ ആര് കാരണ? കൈ ആഞ്ഞു പിടിവെച്ചവൻ പേപ്പറുകൾ തൂത്തുവാരി വലിച്ചു കീറി. നിങ്ങളൊക്കെ എന്തിനാ മിസ് ടീച്ചറായേ? ആൻറ്റോ! അപ്പോഴേക്കും അറപ്പോടെ അവൻ പേപ്പർ വലിച്ചെറിഞ്ഞ് പുറത്തിറങ്ങി പോയിരുന്നു. വായുവിൽ കളിച്ച് കടലാസ് കഷ്ണങ്ങൾ മെല്ലെ മെല്ലെ നിലത്തടിഞ്ഞു. ആരുടെയും ആക്രോശം കേൾക്കാനില്ല. എല്ലാം ശാന്തം. പതിയെ ചെവിയിലെ കൈ നീക്കി ജൂലി കണ്ണു തുറക്കുമ്പോൾ കാണുന്നത് പേപ്പറുകൾ ഒതുക്കി ഡസ്റ്റ്ബിന്നിലിടുന്ന നന്ദനെയാണ്. 17 തികഞ്ഞ 2 ഹൃദയങ്ങളുടെ കരച്ചിലും കേൾക്കുന്നുണ്ട്.
ഒരു നിമിഷം കൂടിയ സ്റ്റാഫ് റൂമിൽ നിൽക്കാൻ കഴിയാതെ പെട്ടെന്ന് അവർ പുറത്തേക്കിറങ്ങാൻ തുനിഞ്ഞ് വാതിൽപ്പടിയിൽ പിടിച്ചു നിന്നു. നിനക്കവളെ ശരിക്കും? പൊടുന്നതിന് ചോദ്യം പോലും കേൾക്കാതെ പുറത്തേക്ക് പാഞ്ഞിരുന്നു നന്ദൻ. കോമ്പൗണ്ടിനുള്ളിൽ കടന്ന കാറിന്റെ ശബ്ദം കേട്ട് ഗ്രൗണ്ടിന് മുന്നിൽ വന്നു നിന്ന വണ്ടിയിൽ നിന്ന് മീരയും ഇറങ്ങി വരുന്നുണ്ട്. വിങ്ങി പൊട്ടി കൊണ്ടാക്കിയ ചേട്ടനോട് പോലും മുഖം കറുപ്പിച്ച്. എന്നാൽ ഓടി വരുന്ന നന്ദനെ കാണുമ്പോൾ അവളുടെ മുഖം പ്രസന്നമാകുന്നത് എന്താ? അവളും ഓടി വരുന്നത് എന്താ? ഓടി വന്നവർ മാവിൻ ചുവട്ടിൽ മുറുകെ കെട്ടിപ്പിടിച്ചു നിന്നു. ജൂലി സൂക്ഷിച്ചു നോക്കി. മീരയെ അടർത്തി മാറ്റി കണ്ണു തുടയ്ക്കുവാണവൻ. എന്തൊക്കെയോ പറഞ്ഞവളെ ചിരിപ്പിക്കാനും നോക്കുന്നുണ്ട്. ചെറുതായി പുഞ്ചിരിച്ച അവൾ നന്ദന് നേരെ പിന്നിൽ നിൽക്കുന്ന ആളെ കണ്ടപ്പോൾ ചിരി പയ്യെ മാഞ്ഞു. നന്ദ, ജൂലി മിസ്സാ? അവൻ തിരിയും മുന്നേ ജൂലി തിരിഞ്ഞു നടന്നിരുന്നു. പിന്നെ മിസ്സേ എന്നുള്ള വിളിയിലാണ് ചലനമറ്റ് കാലുകൾ നിന്നത്. ഞാൻ ജോൺ സാറിന് പകരം വന്നതല്ല മിസ്സേ. പക്ഷെ നിൽക്കണമെങ്കിൽ നിൽക്കാം. ഞങ്ങൾക്കൊന്ന് പുറത്തു പോയിട്ട് വരാൻ പെർമിഷൻ തന്നാൽ. ഇവരെ പെർമിഷൻ കിട്ടിയിട്ട് വേണം. തൊട്ടടുത്ത തൂണിൽ ചാരി നിൽപ്പുണ്ട് ആൻഡോ. വേണേ പോയിട്ട് വാടാ. എതിർത്തൊന്നും പറയാതെ ജൂലി തിടുക്കത്തിൽ നടന്നു പോയിരുന്നു. മൂളിയാണ് ബുള്ളറ്റ് തിരികെ സ്കൂളിലേക്ക് വരുന്നത്. ബൈക്ക് വെച്ച് വൈൽഡ് ബാഗ് ഒരു വശം തൂക്കി നന്ദൻ ഒന്ന് കയ്യിൽ തൊടും മുന്നേ കേട്ടു. നന്ദ പിള്ളേര്. വേണുമാ? നന്ദ! ചുണ്ടുകൊട്ടിയവൾ സ്റ്റാഫ് റൂമിൽ ഓടിക്കയറി ഷടേന്ന് നിന്നു. അകത്താരും ഇല്ല. അതേ വേഗത്തിൽ അവൾ പുറത്തിറങ്ങി. നീ ബാഗ് വെച്ചിട്ട് വാ. ഇവൾക്കെന്ത് പറ്റിയെന്ന് ചിന്തിച്ച് നന്ദൻ അകത്തേക്ക് കയറിയതും ബാഗ് കയ്യിൽ നിന്ന് താഴെ വീണു. വാവ്! ബാഗ് തന്റെ കസേരയിൽ വെച്ചവൻ മേശപ്പുറത്ത് ചമ്മണം ഇരുന്ന് ചിരിച്ചു. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് ഈ സ്റ്റാഫ് റൂമിൽ വെച്ചാണെന്ന് ഇവിടെ പഠിക്കുമ്പോൾ അറിയാതെ പോയല്ലോ നന്ദ. ഒരു ടൈം മെഷീൻ ഉണ്ടായിരുന്നാൽ ഇപ്പൊ പോയ നന്ദനോട് ഞാൻ പറഞ്ഞേനെ ഇവിടെ കിടന്ന് കരഞ്ഞതൊക്കെ വർത്താണടാന്ന്. നന്ദ പോകാം. വാതിൽക്കൽ നിന്ന് ചിണുങ്ങുന്നുണ്ട് മീര. നീ ഇന്നു പോലെയാ? പ്ലീസ് ടാ. മീര മന്ദം നടന്നവന്റെ മുന്നിലെത്തിയിരുന്നു. കണ്ണുകളിരുന്നു. ഈണം നിലയ്ക്ക് മുന്നേ ചുണ്ടിൽ അവൾ താഴിട്ടു. കൈ സാരിയുടെ വിടവിലൂടെയും ഇഴഞ്ഞു. കാറ്റിന് പോലും ഇട കൊടുക്കാതെ ഉടലുകൾ ഒട്ടിച്ചേർന്നിരുന്നു. എന്തൊക്കെയോ റിംഗ് ടോണുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ശ്വാസം ലഭിക്കാതെ കിതച്ചാണ് ഇരുവരും അകന്നത്. എന്നാൽ ഉയരുന്ന നെഞ്ചിടിപ്പും ചുണ്ടിലെ നേരിയ ചലനവും കാണവേ വീണ്ടും അവ ഇണഞ്ഞുകൊണ്ടിരുന്നു. ചുണ്ടൊരിറ്റുകൂടി രുചിച്ചവൻ ഇടത് കയ്യിൽ ഫോൺ എടുത്ത് നോക്കുമ്പോൾ ചേച്ചിയാ. കട്ടാക്കുമ്പോൾ തന്നെ ഇവറ്റകളെന്താ വിളിച്ചാ എടുക്കാത്തെന്ന് കയറി വരുന്നു വീണ. ഒപ്പം ജൂലി മിസ്സും. നാശം പിടിക്കാൻ. എന്നാലും എൻ്റെ ബാഗ് എവിടെ? മീര ധൃതിയിൽ അവളുടെ മേശപ്പുറം മരിച്ചു പറക്കുന്ന ഭാവം. നന്ദൻ കഷ്ടപ്പെട്ട് മറയ്ക്കാനൊന്നും പോയില്ല. കാരണം ഇതൊന്ന് കഴിഞ്ഞോട്ടെ, നിനക്ക് ഞാൻ തരുന്നുണ്ട് എന്ന മട്ടിൽ ചെറിഞ്ഞിട്ടാണ് വീണ ജൂലി മിസ്സിന്റെ നേർക്ക് തിരിയുന്നത്. മിസ്സേ, ഇതിനു മാത്രം ഇപ്പൊ എന്തുണ്ടായി? ഒന്നും കൂടി ആലോചിച്ച് നോക്ക് മിസ്സേ. എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല വീണേ. നിങ്ങൾ പോയി ക്യാമ്പിന്റെ കാര്യം നോക്ക്. എന്തുവാടാ പ്രശ്നം? മീര അവനെ നോക്കി മേശയ്ക്കടിയിൽ ബാഗ് തപ്പലാണ്. പോതും ഡീ നടിച്ചത്. അവൻ കളിയാക്കുന്ന കണ്ടവൾ തിരച്ചിൽ മതിയാക്കി ജൂലിയെ നോക്കി. അവർ വെപ്രാളപ്പെട്ട് മേശപ്പുറത്തെ സാധനങ്ങളൊക്കെ ബാഗിൽ കുത്തി നിറയ്ക്കുന്നു. മീര ഈ ഫസ്റ്റ് ഡ്രോയിൽ +2 ബാച്ചിന്റെ സ്റ്റുഡന്റ് റെക്കോർഡ്സ് ഉണ്ട്. നന്ദ താഴത്തേതിൽ +1ന്റെ. ഇനിയൊക്കെ നിങ്ങൾ വേണം ഒക്കെ നോക്കാൻ. മനസ്സിലായില്ല? നന്ദൻ മേശയിൽ നിന്നിറങ്ങി. മീരയുടെ തോളിൽ കൈയിട്ട് ജൂലി അവളെയും കൊണ്ട് നന്ദന്റെ അരികിൽ വന്ന് നിന്നു. ഞാൻ ജോലി റിസൈൻ ചെയ്തു. ഇനി ഇത് എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല. എന്താ മിസ് പെട്ടെന്ന്? ചോദിച്ചത് മീരയാണ്. പെട്ടെന്നല്ല, ഞാനിത് പണ്ടേ ചെയ്യേണ്ടതാ. മിസ് ചിരിച്ചിട്ടും ഒന്ന് ചിരിക്കാനോ എന്തെങ്കിലും പറയാനോ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ഇരുവരും. നിന്റെ പഠിത്തം നിന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല കുഞ്ഞെ. മാപ്പ് പറഞ്ഞാലൊന്നും തീരുന്ന തെറ്റല്ല. എന്നാലും സോറി മോളെ. മിസ്, ഞാൻ... മീരയേക്കാൾ അമ്പരപ്പെടുത്തവർ എന്തു പറയുമെന്നോർത്ത് നന്ദനായിരുന്നു. അത് കണ്ടവർ അവൻ്റെ തോളിൽ തട്ടി. നീ ക്ഷമിക്കോടാ നന്ദ. വാക്കുകൾ നഷ്ടപ്പെട്ടുള്ള നിൽപ്പ് കണ്ട് ജൂലി ചിരിച്ചു. എന്നാ പോട്ടെ, നിങ്ങളൊക്കെ ഇവിടെ തന്നെ കാണണം. നിങ്ങളെപ്പോലുള്ള പുതിയ തലമുറയാണ് നമ്മുടെ സ്കൂളിന് ആവശ്യം. പിന്നെ നിങ്ങളുടെ കല്യാണവും വിളിക്കണം കേട്ടല്ലോ. മിഴിച്ചു നിൽക്കുന്ന രണ്ടിനെയും നോക്കി ബാഗും തൂക്കി ഇറങ്ങിപ്പോയിരുന്നു ജൂലി.